കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ശ്രീ താടിക്ക് കൈ കൊടുത്ത് ആലോചിക്കാൻ തുടങ്ങി. കിട്ടിപ്പോയി. താൻ അറിയാതെ ഇവിടെ റീലാണെങ്കില്ല എന്നല്ലേ? എന്നിട്ടിപ്പോ എന്തായി? താനിക്കൊക്കെ അനങ്ങാൻ പറ്റുന്ന സ്ഥിതിയായില്ലേ? ശ്രീ വാ പോകാം. ശിവ അങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പൊ വരട്ടെ ചേട്ടന്മാരെ, ബായ്. അതും പറഞ്ഞ് ശ്രീ അവർക്കൊരു ഫ്ലൈയിങ് കേസും കൊടുത്ത് അവിടുന്ന് ചാടിത്തുള്ളി ശിവയുടെ അടുത്തേക്ക് പോയി. ഈ ഫോൺ ഞാൻ കുറച്ച് നേരത്തേക്ക് എടുക്കുക, ആ റോഡിലോ മറ്റും ഉണ്ടാകും, വേണയിൽ എടുത്തിട്ട് പോയിക്കൊണ്ടു. അതും പറഞ്ഞ് ശിവ ശ്രീയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നതും ശ്രീ കൈ വേർപ്പെടുത്തി നടത്തം നിർത്തി അവനെ ചുണ്ടുപുളുത്തി നോക്കി. എന്താടി, എന്നെ എടുക്കുവോ? എന്തോന്ന്? എന്നെ താൻ എടുക്കുവോന്ന്? എനിക്ക് വിശന്നിട്ടൊരടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഒരടിയല്ലേ, രണ്ടടി വെക്കുമ്പോൾ മാറിക്കോളും. അതുകൊണ്ട് മര്യാദയ്ക്ക് വരാൻ നോക്കടി. അവസാനമായപ്പോഴേക്കും അവൻ്റെ ശബ്ദം കടത്തിരുന്നുവെങ്കിലും ശ്രീ അവളുടെ വാശിയിൽ ഉറച്ചു നിന്നു. ഇല്ല, എനിക്ക് നടക്കാൻ വയ്യ. എന്നാ എവിടെ നിന്നോ, ഞാൻ പോവാ. ദൈവമേ, പണി പാളിയോ? ഇങ്ങനെക്കിട്ടൊരു പണി കൊടുക്കാൻ നോക്കിയപ്പോൾ അത് തിരിച്ച് എനിക്ക് തന്നെ വന്നോ? എന്നാ താ പോക്കോ. വീട്ടിലെത്തിയ ഞാൻ ഉറപ്പാപ്പച്ചോട് പറഞ്ഞു കൊടുക്കും താനാണ് എന്നെ പുഴയിൽ തള്ളിയിട്ടത് മുതലേ എല്ലാം. പിന്നെ നീ പറഞ്ഞ എൻ്റെ അമ്മ വിശ്വസിക്കുമല്ലേ? വിശ്വസിക്കും. അപ്പച്ചിക്ക് എന്നെ നല്ല വിശ്വാസം. പിന്നെ എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും പറ്റിയ സമാധാനം പറയണേ നിങ്ങളാ, അതോർത്തോ. ദൈവമേ, ഏറ്റാ മതിയായിരുന്നേ. ശരിക്കും വിശന്ന് കുടറി കത്ത. ഇപ്പോൾ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ നടന്നു പോകുന്ന ശിവനെ നോക്കി നഖം കടിച്ച് മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ശിവ അവൾ പറയുന്നത് കേട്ട് നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി പല്ല് കടിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് ശ്രീയെ പൊക്കിയെടുത്ത് തോളിലിട്ട് മുന്നോട്ട് നടന്നു. നല്ല ചൂടുണ്ടെന്ന് തോന്നല്ലേ? ശ്രീ ശിവന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് ചിരിയടക്കി ചോദിച്ചു. മിണ്ടാ നിക്കടി. അതെന്താ? ഞാൻ മിണ്ടു. ഇനി നീ ആ വാ തുറന്ന ഉറപ്പായി നിന്നെ ഞാൻ ഇതുപോലെ താഴേക്കറിയും. ശിവ കാലിപ്പയിൽ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അടങ്ങിക്കിടന്നു. അയ്യൻ്റെ അമ്മേ, ഇവിടെ പണ്ടാറ കാലം താക്ക് എന്തിന്റെ സൂക്കേടാണ്ട തീട്ട് മൂഞ്ചി. ശിവ റോഡിലെത്തിയ ആശ്വാസത്തിൽ സ്ത്രീയെ താഴെയിട്ടതും അവൾ നടുവൊഴിഞ്ഞ് അവനെ നോക്കി ചീത്ത വിളിച്ചു. എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ കയ്യിലുള്ള ഫോണിൽ നിന്നും ശരത്തിന് ലൊക്കേഷൻ സെൻഡ് ചെയ്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ശരത്ത് അവൻ്റെ പോലീസ് വാഹനത്തെ അവരുടെ മുന്നിലേക്ക് വന്നു. എടാ ശിവ, ഒന്നും പറ്റിയില്ലല്ലോ? ശരത്ത് ആവലാതിയോടെ ശിവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അത് കണ്ടതും ശിവയിൽ നിന്നും മാറിയിരിക്കുന്ന സ്ത്രീക്ക് കുശുമ്പ് കുത്തി. അതെ ഏട്ടാ, ഞാനുണ്ട് ഇവിടെ. സോറി, കണ്ടില്ലടി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലേട്ടാ. എന്താ ശരിക്കും സംഭവിച്ചേ? അതുണ്ടല്ലോ ഏട്ടാ, ഇങ്ങേരില്ലേ? മതി, ഒക്കെ വീട്ടിൽ പോയിട്ട് വിശദമായി സംസാരിക്കാം. നമുക്കിപ്പോൾ പോകാം. ശിവശ്രീയെ പറയാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി പറഞ്ഞു. ഇപ്പൊ പോവടാ, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. അതെന്തിനാ? ശ്രീ ശരത്ത് പറയുന്നത് കേട്ട് ചോദിച്ചു. അതോ, ഒരാൾ കൂടി വരാനുണ്ട്. ശരത്ത് പറയുന്നത് കേട്ട് ഇരുവരും സംശയത്തോടെ അവനെ നോക്കി. അപ്പോഴേക്കും ഒരു കാർ അവിടെ വേഗത്തിൽ വന്നു നിന്നിരുന്നു. അയ്യേ, ഇവരെന്ന ശരത്തേട്ടൻ പറഞ്ഞേ? ഞാൻ കരുതി വേറെ വല്ലവരും ആയിരിക്കുമെന്ന്. ശ്രീ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ശ്യാമിനെ കണ്ടു പറഞ്ഞു. എന്താടി എനിക്കൊരു കുറവ്? കുറവല്ല, കൂടുതലാ. നീ പോടി കൂരിട്ടെ, നിനക്ക് അസൂയാണ് എൻ്റെ ഈ സൗന്ദര്യം കണ്ട്. പിന്നെ ഈ വളിച്ച സൗന്ദര്യം കണ്ട് അസൂയപ്പെട്ടാനേ എനിക്ക് വട്ടാണല്ലോ. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ നിനക്ക് വട്ടാണെന്ന്. തെണ്ടി, എന്തടി കുരിപ്പേ? ഒന്നും നിർത്തുന്നുണ്ടോ രണ്ടും? ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്ന രണ്ടിൻ്റെ വിചാരം. ശരത്ത് അവിടെ വഴക്ക് കണ്ട് കപടദേശത്തിൽ പറഞ്ഞു. എന്നാൽ ശിവനൊന്നും മൈൻഡ് വെക്കാതെ നോട്ടം ധരിച്ചു നിന്നു. ഞങ്ങളിങ്ങനെയാണ്, ഇവളെൻ്റെ ബെസ്റ്റിയാ, ആലടി കൂരിട്ടെ. ശ്യാം ശ്രീയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഇടിച്ച് കാട്ടി പറഞ്ഞു. അതെടക്കൊരങ്ങ. ശ്രീ അവൻ്റെ വയറിനിട്ട് കുത്തുകൊടുത്ത് അവനോട് ചേർന്ന് നിന്ന് ഇളിച്ച് കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഹാവു എൻ്റെ ഏട്ടാ, ഇതിനെ കാട്ടി തന്നെ കളഞ്ഞിട്ട് പോരായിരുന്നില്ലേ? ശ്യാം വയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും ശ്രീ അവനിൽ നിന്ന് മാറി ശ്യാമനെ കണ്ണുട്ടി നോക്കി. അല്ല, നീ എന്തിനാ ഏട്ടൻ്റെ ഷർട്ട് എടുത്തിട്ട്? അതെൻ്റെ ഡ്രസ്സ് കീറി നനഞ്ഞു. അപ്പോ എന്ത്? ഒന്നുമില്ല. ശ്യാം, നീ ആ കീതാ? വേണ്ടട്ടാ, ഞാനോടിക്കാം, നിങ്ങൾ കയറിക്കോ. വേണ്ട, നീ ഏട്ടൻ്റെ കൂടെ പോയി എൻ്റെ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോരും. അതും പറഞ്ഞ് ശിവ അവൻ്റെ കയ്യിൽ നിന്ന് കീയും വാങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. എന്തോ നോക്കി നിൽക്കടി, വണ്ടി കയറടി. ഓ, ഇങ്ങനൊരു മൊരട്ട കാള. ഏട്ടാ ശ്യാമേ, ഞാൻ പോവാട്ടോ. പിന്നെ ഏട്ടാ ശ്യാമേ, എൻ്റെ ഫോൺ അവിടെ വണ്ടിയിലുണ്ട്, അതൊക്കെ മറക്കല്ലേ. അടിയനെടുത്തോളാമേ. എന്നാ ശരി.
ശ്രീ അവരോട് യാത്ര പറഞ്ഞ് ശിവിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി കോ ഡ്രൈവ്സിലേക്ക് കയറിയിരുന്നു. ഇതെങ്ങോട്ടേക്ക് പോകുന്നേ? കുറെ ചെന്നതും കാറ് വീട്ടിലേക്കുള്ള വഴിയിൽ കൂടി പോകാതെ മറ്റൊരു റോഡിൽ കൂടി പോകുന്നത് കണ്ട് ശ്രീ ആദിയോട് ചോദിച്ചു. കാലമാടാ, ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്ക് വീട്ടിൽ പോയാൽ മതി. മിണ്ടാ നിൽക്കടി. എന്നോട് മിണ്ടരുതെന്ന് പറയാൻ താനാരാ? ഞാൻ മിണ്ടും. ഞാൻ പറയുന്നത് തൻ്റെ നാവ് കൊണ്ടോ വായ കൊണ്ടോ അല്ലല്ലോ. ഷട്ടപ്പ് ശ്രീ. ശ്രീ കലിപ്പിൽ സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ പേടിയോടെ മിണ്ടാതിരുന്നു. അവളുടെ പേടിച്ച് പൂച്ചയെ പോലെ പതുങ്ങിയിലിരുത്തം കണ്ടതും അറിയാതെ ശിവയുടെ ചുണ്ടിലൊരു ഇളം പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവനത് സമർത്ഥമായി മറച്ചു വെച്ചു. അധികം വൈകാതെ തന്നെ അവൻ്റെ കാർ അവരുടെ അമരാവതി ടെക്സ്റ്റൈൽസിന് മുന്നിൽ വന്നു നിന്നു. ഇതെന്തിനാ ഇവിടേക്ക് വന്നേ? ശ്രീ ചോദിച്ചതൊന്നും പറയാതെ ശിവ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്ന് ഡോറ് തുറന്നു കൊടുത്തു. ഇറങ്ങ്. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. ഇല്ല, എനിക്ക് വീട്ടിൽ പോകണം. നീ ഇറങ്ങുന്നതോ ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോ? ഓ, ഇത് വലിയ ഇടങ്ങേറായല്ലോ. ശ്രീ മടിച്ച് മടിച്ച് കാറിൽ നിന്ന് ഇറങ്ങിയതും ശിവ അവളുടെ കയ്യും പിടിച്ച് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നടന്നു. സൈമൺ. ശിവ വിളിച്ചതും മാന്യമായി ഡ്രസ് ചെയ്ത് കാണാൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ മുന്നിലേക്ക് വന്നു. അയ്യോ സാറേ, എന്ത് പറ്റി സാറേ ഇങ്ങോട്ടേക്ക് വരാൻ? അയാൾ വിനയത്തോടെ ചോദിച്ചു. അതെന്താടോ, എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല. അയ്യോ സാറേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛനിങ്ങോട്ട് വന്നിരുന്നു? ഇല്ല സാർ, മുതലാളി ഇങ്ങോട്ട് വന്നിട്ടില്ല. താൻ ഞങ്ങൾക്ക് പറ്റിയൊരു കൂട്ടം ഡ്രസ്സ് പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോകാം. സിസിലിയും വിളിച്ചോ? ഓക്കെ സാർ, വേഗം വേണം. അതും പറഞ്ഞ് ശിവ അവരുടെ നേരെ നീളുന്ന നോട്ടത്തെ അവഗണിച്ച് അവളുടെ കയ്യും പിടിച്ച് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറിയത് ശ്രീക്ക് അവനോട് പലതും ചോദിക്കണമെന്നുണ്ടെങ്കിലും അവനെ പേടിച്ചവൾ ഒന്നും മിണ്ടാതെ ലിഫ്റ്റ് ഇറങ്ങി മുന്നോട്ട് നടക്കുന്ന അവൻ്റെ കൂടെ അനുസരണയോടെ നടന്നു. ആവൂ, ബെഡ്. ശ്രീ ബെഡ് കണ്ടതും ബെഡിലേക്ക് വീണ് കമിഴ്ന്ന് കിടന്നു. ശിവ അവളുടെ കോപ്രായൊക്കെ നോക്കി അവർക്ക് ധരിക്കാൻ കൊണ്ടുവന്ന ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ശിവ ഫ്രഷായി ഇറങ്ങിയപ്പോഴും ശ്രീ അതേ കിടത്തം തന്നെയായിരുന്നു. ശ്രീ, എന്താ? വേഗം പോയി ഫ്രഷായിട്ട് വാ. കുറച്ച് കഴിയട്ടെ, നല്ല സുഖണ്ടി ബെഡിലേക്ക് കിടക്കാൻ. കൊഞ്ചാ എണീറ്റ് പോകണേ. കഷ്ടമുണ്ട്. ഇതൊക്കെ ദൈവം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കും. നോക്കിക്കോ. ശ്രീ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞ് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അതേ, തമ്പുരാട്ടി ഒന്ന് അവിടെ നിന്നേ. തമ്പുരാട്ടി നിന്റെ കെട്ടികളാണ് കാലമാടാ. എന്താ? സ്ത്രീ അവനെ മനസ്സിൽ ചീത്ത വിളിച്ച് സംശയത്തോടെ നോക്കി. വീട്ടിൽ പോയിട്ട് അമ്മയോടൊന്നും പറയരുത്. എന്ത്? നമ്മളിങ്ങോട്ട് വന്നതോ? ഓ, അതല്ലടി പൊട്ടി. ദേ, എന്നെ പൊട്ടിയെന്ന് വിളിച്ചാലുണ്ടല്ലോ. നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറ. ഇന്നലെ സംഭവിച്ചതൊന്നും അമ്മയോട് പറയരുത്. നമ്മൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അതെങ്ങനെ ശരിയാകും? നമ്മൾ ഇന്നലെ കാട്ടിൽ കുടുങ്ങിയതല്ലേ. അത് നമുക്കല്ലേ അറിയൂ. അത് അമ്മയോട് പറയണ്ട. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം മനസ്സിലായ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അതും പറഞ്ഞവൾ ബാത്റൂമിലേക്ക് പോയതും ശിവ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. റെഡ് സ്ലീവ്ലെസ് ടോപ്പും അതിലേക്ക് മാച്ചാകുന്ന ബ്ലാക്ക് പാലാസ പാൻറ്റുമായിരുന്നു അവളുടെ വേഷം. ഒന്ന് കുളിച്ചപ്പോൾ തന്നെ അവൾക്ക് എന്തെന്നില്ലാത്ത ഉന്മേഷം ലഭിച്ചിരുന്നുവെങ്കിലും വിശപ്പ് അതിൻ്റെ മുഖനേയിലെത്തിയിരുന്നു. കണ്ണാടിയിൽ നോക്കി മൂടി മാടിയൊത്തുക്കിനിടയിലാണ് അവൾ ബെഡിൽ കിടക്കുന്ന അവൾ അടിച്ചിട്ട് ശിവയുടെ വൈറ്റ് ഷർട്ട് കാണുന്നത്. അവൾ വേഗം ചെന്ന് അതെടുത്ത് മറ്റൊരു ഡ്രസ്സിൻ്റെ കൂടെ വേസ്റ്റ് ബോക്സിൽ ഇടാൻ നിന്നെങ്കിലും എന്തോ അവൾ അതിൽ നിന്നും പിൻവലിക്കുന്ന പോലെ തോന്നി. ഇപ്പോഴും അവൻ്റെ പെർഫ്യൂംസിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന ഷർട്ടിനെ അവൾ നെഞ്ചോട് അടക്കി പിടിച്ചു. പിന്നെ അവിടെ കിടന്നൊരു പേപ്പർ എടുത്ത് അതിൽ പൊതിഞ്ഞുകൊണ്ട് അതും കൊണ്ട് പുറത്തേക്ക് നടന്നു. ശ്രീ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ശിവ ഡോറും തുറന്ന് ഉള്ളിലേക്ക് വന്നത്. പെട്ടെന്നായതുകൊണ്ട് അവൾ പിന്നിലേക്ക് വേച്ച് വീഴാൻ പോയതും അതിനു മുന്നേ ശിവ അവളുടെ അടുപ്പിലൂടെ കൈ ചുറ്റി അവളെ പിടിച്ചുവെങ്കിലും ബാലൻസ് കിട്ടാതെ രണ്ടുപേരും താഴേക്ക് വിടുന്നു. വീഴ്ചയിൽ അവൻ്റെ അതിരങ്ങളിൽ അവിടെ കഴുത്തിൽ അമർന്നതും ശ്രീ അവൻ്റെ ചുമ്മന ചൂടിലൊന്ന് പൊള്ളിപ്പിടിഞ്ഞ് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. പെട്ടെന്ന് അവൻ അവളെ പിടിവിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. നീ റെഡിയായെങ്കിൽ വരാൻ നോക്ക്. ശ്രീയെ നോക്കാതെ അതും പറഞ്ഞ് ശിവ പുറത്തേക്ക് പോയതും ശ്രീ പതിയെ എണീറ്റിരുന്നു. പതിയെ അവൾ അവളുടെ കഴുത്തിൽ തൊട്ടു. തൻ്റെ കഴുത്തിൽ ഇപ്പോഴും അവൻ്റെ അതിരത്തിൻ്റെ ചൂടുള്ളതുപോലെ തോന്നിയതും ശ്രീ കണ്ണുകൾ ഇറുക്കി ചിമ്മി തുറന്ന് തറയിൽ കിടന്ന പൊതിയും എടുത്ത് അവിടുന്ന് പോയി. ശ്രീ താഴേക്ക് ചെല്ലുമ്പോൾ ശിവ അവളെയും കാത്തുന്ന പോലെ കാറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. ശിവക്ക് അവളെ നോക്കാൻ ചമ്മൽ തോന്നിയതും ശിവ വേഗം കാറിൽ കയറിയിരുന്നു. ശ്രീക്ക് പിന്നെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള തോന്നലില്ലാത്തത് കൊണ്ട് അവൾക്ക് ശിവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതെ, എനിക്ക് വിശക്കുന്നു, ശ്രീ കാറിൽ കയറിയെന്ന് കൊണ്ട് പറഞ്ഞു. നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നേ, ശിവ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു. അതിന്? ശ്രീ പറഞ്ഞത് കേട്ടതും ശിവ അവളെ കൂർപ്പിച്ച് നോക്കി. താ നോക്കണ്ട, മര്യാദക്ക് നല്ല റെസ്റ്റോറൻറ്റിൽ കയറി എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നോ. അപ്പച്ചോട് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ എല്ലാം. ശ്രീ ഭീഷണി മുഴക്കി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഫുഡ് കഴിച്ചാൽ പോരെ?
ആ മതി. ശിവ അവളെ നോക്കി അമർത്തി മോളി കാറ് നല്ലൊരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിർത്തിയതും ശിവ അവനെ പോലും മൈൻഡ് വെക്കാതെ ഡോറും തുറന്ന് ഉള്ളിലേക്ക് പോയിരുന്നു. ഡേ പാതിയെ കഴിക്ക്, ഇതൊക്കെ നിനക്ക് തന്നെയാ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നെറുകയിൽ കയറിയ ശ്രീയുടെ താലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. കാലമാണ്, കിട്ടിയ ചാൻസിൽ എൻ്റെ തല തള്ളി പൊട്ടിക്കോ. ശ്രീ അവനെ നോക്കി പല്ല് കടിച്ച് ജ്യൂസ് കുടിച്ചു. എക്സ്ക്യൂസ് മീ. പിന്നിൽ നിന്നും ഒരു പെൺശബ്ദം കേട്ടതും ശ്രീയും ശിവയും തിരിഞ്ഞു നോക്കി. അവരുടെ നേരെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടതും ശ്രീ സംശയത്തിൽ നെറ്റിച്ചു വിളിച്ചു. എന്നാൽ ശിവയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഹേയ് മെർലിൻ. അപ്പം നിനക്കെന്നെ അറിയാം അല്ലേടാ ചക്കരെ? മെർലിൻ അവൻ്റെ വായനിട്ടൊരു കുത്തുവെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു. അല്ല, നീ ഇപ്പം മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോകും? 1 വീക്കായി. ഡാഡിക്ക് തീരെ വയ്യ. അല്ല, ഇതാരാ? ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും മാറി മാറി നോക്കുന്ന ശ്രീയെ നോക്കി മെർലിൻ സംശയത്തോടെ ചോദിച്ചു. ആ, ഇതാണ് ശ്രീനന്ദ, എൻ്റെ വൈഫാണ്. ശിവ പറഞ്ഞതും ശ്രീ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്ത്, നിന്റെ വിവാഹം കഴിഞ്ഞോ? മെർലിൻ വിശ്വാസം വരാതെ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആടോ, കഴിഞ്ഞു. ശിവ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോടാ. അത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എന്നാ ശരിയടാ, ഞാൻ പോവാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടേ. അതെന്ത് പോക്കടി, കഴിച്ചിട്ട് പോകാം. വേണ്ടടാ, ടൈമില്ല, ഇപ്പം തന്നെ വൈകി. നീ അവളെയും കൊണ്ട് അങ്ങോട്ടേക്കൊന്ന് വാ. ഞാൻ പോവാ ശ്രീനന്ദ, നമുക്ക് പിന്നെ കാണാം. അതാരാ? അവരോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന മെർലിനെ നോക്കി ശ്രീ ചോദിച്ചു. അതെൻ്റെ ഫ്രണ്ടാണ്, മെർലിൻ ജോസഫ്. ശ്രീയോട് അത്രയും പറഞ്ഞ് അവൻ ഫുഡ് കഴിക്കാനിരുന്നു. ഹായ്, ചോക്ലേറ്റ് ഇതെനിക്കാണോ? ശിവ കാറിൻ്റെ കപ്പ് ഹോൾഡറിൽ കൊണ്ടുവച്ച് ചോക്ലേറ്റ് കണ്ട് ശ്രീ ചോദിച്ചു. അല്ല, പിന്നാർക്കാ, എനിക്കും വേണമെന്ന്. ശ്രീ കുറുമ്പോടെ പറഞ്ഞതെടുക്കാൻ കൈ നീട്ടിയതും ശിവ അവളുടെ കയ്യിൽ തല്ലിയതും അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ഇത് നിനക്കല്ല, കുഞ്ഞിനാ. കുഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലേ? ശ്രീ വേണ്ട, നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ? സ്വന്തമായിട്ടൊരു കുഞ്ഞും ഭാര്യയുടെ ആയിട്ട് നിങ്ങൾ എന്തിനാ എന്നെ കേട്ടേ? സത്യം പറ, ആരാ അവള്? ആര്? ഓ, ഇപ്പൊ ഒന്നും അറിയാത്തൊരു മാന്യൻ. നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ കാലാ ഞാൻ ചോദിച്ചേ. സത്യം പറഞ്ഞോ, അവളെയും കുഞ്ഞിനെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചേ? അയ്യോ, എൻ്റെ ലൈഫ് ബ്രോയിലറായേ. ഡേയ്, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ശ്രീയുടെ പറച്ചിൽ കേട്ട് ശിവക്ക് ചിരിയും ദേഷ്യവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. ഇല്ല, നിർത്തില്ല. ഇനി എനിക്ക് നല്ല വല്ല ആലോചനയും വരുമോ? പറ. എടി വട്ട് കേസേ, ഞാൻ മിത്തുമോളെ ഉദ്ദേശിച്ചേ. അവളെ ആയിരുന്നു? ഛേ, ഞാൻ വെറുതെ പലതും പ്രതീക്ഷിച്ചു പോയി. എന്ത് പ്രതീക്ഷിച്ചു എന്നാ? ഒന്നുമില്ല. അതെ, എനിക്കൊന്ന് തരൂ. എന്ത്? ചോക്ലേറ്റ്? ഇല്ല. താൻ പോടാ ജാടത്തേണ്ടി. ആർക്ക് വേണം തൻ്റെ ഈ പീസ്കി ചോക്ലേറ്റ്? മിത്തുമോളെ സോപ്പിട്ട് ഇതിന്നൊന്നും ഞാൻ അടിച്ചു മാറ്റിയില്ലെങ്കിലേ എൻ്റെ പേര് ശ്രീനന്ദ ശിവദാസൻ എന്നല്ല. ശ്രീ ഡ്രൈവ് ചെയ്യുന്ന ശിവയെ നോക്കി മനസ്സിലും പറഞ്ഞ് പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു.